അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകം അവസാനിക്കുമെന്ന് നമ്മൾ എല്ലാവരും അറിയുന്നു. പക്ഷെ അതെപ്പോൾ, എങ്ങനെയാകും അത് തുടങ്ങുക? ഖുർആൻ അതിൻ്റെ മുന്നറിയിപ്പുകൾ നമുക്ക് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിൽ പലതും നമ്മളുടെ കണ്ണുകൾക്ക് മുമ്പിൽ സംഭവിക്കുന്നതായി കാണുന്നു. ഇതും വേറൊരു കഥയല്ല, ഇത് നമ്മുടെ കാലത്തിൻ്റെ യഥാർത്ഥമാണ്. ഖുർആനിൽ പറയുന്നു, ഭൂമിയും മനുഷ്യർ അനീതി പരത്തുമ്പോൾ അള്ളാഹു അവർക്ക് മുന്നറിയിപ്പ് നൽകും. ഇന്ന് മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ മറന്ന് പാപത്തിൽ ആനന്ദിക്കുന്നു. അധികാരത്തിൽ സഹോദരനെ പോലും കൊല്ലുന്നു. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പർവ്വതങ്ങൾ പൊടിയാകും, ഭൂമി കുലുങ്ങും, കടൽ തീ പിടിക്കും. ഇന്ന് നാം കാണുന്ന ഭൂകമ്പങ്ങളും പ്രളയങ്ങളും അതിൻ്റെ ചെറിയ സൂചനകൾ മാത്രമാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാൽ വരും, അവൻ സ്വർഗവും നരകവും കാണിക്കും. പക്ഷേ അവൻ്റെ സ്വർഗം നരകമായിരിക്കും. ദജ്ജാൽ സത്യവും കള്ളവും കലർത്തി മനുഷ്യരെ തെറ്റുവഴി നയിക്കും. അവൻ്റെ വാക്കുകൾ പ്രോഗ്രസ് എന്ന് തോന്നിച്ചാലും അതിനുള്ളിൽ നാശം മറഞ്ഞിരിക്കും. ഈ ലോകം അനീതിയിൽ മുങ്ങുമ്പോൾ അള്ളാഹു അയക്കും തൻ്റെ നീതിയുടെ സൈന്യത്തെ, ഇമാം മഹദി അലൈഹിസ്സലാമിനെ. അവൻ നീതി പുനഃസ്ഥാപിക്കും, സത്യം തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലിറങ്ങി ദജ്ജാലിനെ കൊല്ലും. ശാന്തിയും നീതിയും നിറഞ്ഞ കാലം തുടങ്ങും. അവസാനകാല ലക്ഷണങ്ങൾ അത്രയും സമീപമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് അനീതിയുടെ വളർച്ച, തെറ്റിനെ ശരിയാക്കുന്നവരെ പരിഹസിക്കാൻ, പാപത്തെ ഫാഷനാക്കൽ. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഒരു ദിവസം മുസ്ലിംമാരുടെ ഹൃദയം ശൂന്യമായിരിക്കും, എന്നാൽ അവർ പ്രാർത്ഥനകൾ ചെയ്യും. അത് ശരീരത്തിൻ്റെ ചലനമായിരിക്കും. സമയമുണ്ട്, തിരികെ മടങ്ങാനുള്ള സമയം. അള്ളാഹു കാത്തിരിക്കുന്നു. അവസാന കാലം വരും, പക്ഷേ വിശ്വാസികൾക്ക് ഭയം വേണ്ട. അവർ അള്ളാഹുവിൻ്റെ വാക്കുകൾ ഉറച്ചു നിന്നാൽ അവർക്കാണ് രക്ഷ. ഇത്ര ഇന്നത്തെ വീഡിയോ. നാളെ കാണാം. അസ്സലാമു അലൈക്കും.